നമസ്കാരം. ദേശീയം സർവ്വദേശീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒടുവിലിതാ വയനാട്ടിൽ പച്ചക്കൊടി ഉയർന്നിരിക്കുന്നു. പച്ചക്കൊടി ഉയർത്തിയത് കോൺഗ്രസ്സുകാരോ മുസ്ലിം ലീഗുകാരോ ഒന്നുമല്ല, കമ്മ്യൂണിസ്റ്റുകാരാണ്. കോൺഗ്രസ്സുകാരും ലീഗുകാരുമെല്ലാം ആദ്യം പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. ഒരു പൊതുപ്രവർത്തകന് ആദ്യം വേണ്ടത് ആത്മാഭിമാനമാണ്. ഇത് വയനാട്ടിൽ നിന്നുള്ള ദൃശ്യമല്ല, പത്തനംതിട്ടയിലെ ഒരു കാഴ്ചയാണ്. രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ താരപ്രചാരകൻ. രാഹുൽ ഗാന്ധി പത്തനംതിട്ടയിലെത്തിയാൽ ഈ കൊടികൾ എടുത്തുമാറ്റും. പോയ വാരത്തിൽ രാഹുൽ ഗാന്ധി വയനാട്ടിലും മലപ്പുറത്തും കോഴിക്കോടും കണ്ണൂരും കോട്ടയത്തുമെല്ലാം എത്തി. അവിടെയൊന്നും കോൺഗ്രസിൻ്റെയോ ലീഗിൻ്റെയോ കൊടികൾ കണ്ടില്ല. ഞങ്ങൾക്ക് സൗകര്യമില്ലാത്തതുകൊണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ നിർബന്ധമില്ലാത്തതുകൊണ്ട്, മതേതര ജനാധിപത്യ വിശ്വാസികളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ആവശ്യത്തിന് പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞ് അതേ ചോദ്യം താങ്കൾ ചോദിച്ചതുകൊണ്ടാണ്. മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നതനുസരിച്ച് ഞങ്ങളുടെ പ്രകടനപത്രം എഴുതാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കഴിഞ്ഞ അനുഭവം വെച്ച് ബി ജെ പിയുടെ വിമർശന ഭയം കൊണ്ട് അവർ ആദ്യം തീരുമാനിച്ചു മുസ്ലിം ലീഗിൻ്റെ കൊടി വേണ്ട. മുസ്ലിം ലീഗിൻ്റെ കൊടി വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ കോൺഗ്രസിൻ്റെ കൊടി ഉയർത്തിക്കൊണ്ട് പോകാൻ സാധിക്കില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തീരുമാനിച്ചു രണ്ട് കൊടിയും വേണ്ട. ഇങ്ങനെ കൊടി ഉപേക്ഷിച്ച തെരഞ്ഞെടുപ്പ് നടത്താൻ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് നിർബന്ധിതമായ ഒരവസ്ഥ ഉണ്ടായത് ബി ജെ പി ഭയം കൊണ്ടാണ്. എന്നാൽ പച്ചക്കൊടി പിടിക്കാൻ ധൈര്യമുള്ളവർ ഇന്ന് കേരളത്തിലുണ്ട്. I just want to ask one question. ഞാൻ ഒരൊറ്റ ചോദ്യം മാത്രം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. Why Congress leaders, in the nomination of your leader Rahul Gandhi, why did you hide the green flag of the UDF? നിങ്ങൾ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പോകുമ്പോ ആ ലീഗിന്റെ പച്ചക്കൊടി എന്തിനാണ് ഒളിപ്പിച്ചു വെച്ചത്? Why? എന്തുകൊണ്ടാണ്? Why the Pacha Kodi was not there? You see, come here. Come here. This, 1 minute. This is the flag of the INL. The INL is a respected member of the LDF. Here we have the Pacha Kodi of the INL. There we have the Chengodi of the CPM and the CPI. We will fight on politics. We do not bow down before the BJP RSS threats. My dear friends, we have put the most important demands in our manifestos. The CPI, the CPM, the LDF. One example,
this Citizenship Amendment Act, that act is an attack on the Constitution of India. സ്വന്തം പാർട്ടിയുടെ പതാക ഒരു പൊതുപ്രവർത്തകന് ആത്മാഭിമാനത്തിന്റെ പ്രതീകമാണ്. അത് ഉയർത്താതിരിക്കാൻ അവനാകില്ല. കണ്ണൂരിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്ത പരിപാടി വിലക്ക് ലംഘിച്ച് ഒരു മുസ്ലിം ലീഗുകാരൻ പതാക ഉയർത്തി. പിന്നീട് സംഭവിച്ചത് ഇങ്ങനെ. UDF and Congress workers, I'd like to welcome all of you here today. I'd like to thank every single person who has come here. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കേരള മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയുകയാണ് താങ്കൾ മോദിക്കെതിരെ സംസാരിക്കൂ എന്ന്. ആരാണ് മോദിയുടെ നയങ്ങളെ വിമർശിക്കുന്നത്? ആരാണ് മോദിക്കെതിരെ ശക്തമായി സമരം ചെയ്യുന്നത്? ആരാണ് മോദിയുടെ നയങ്ങളെക്കുറിച്ച് മൗനം പാലിക്കുന്നത്? വിഷയങ്ങൾ ഓരോന്നായി പരിശോധിച്ചാൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കും. Why is none of this happening to the Chief Minister of Kerala? Why is his membership not being taken away? Why is his house not being taken away? Why is he not being interrogated by the ED, CBI and all these? Two chief ministers are in jail. How come none of this is happening to the Chief Minister of Kerala? നിങ്ങളെ മുത്തശ്ശിയില്ലേ ഈ രാജ്യത്താകെ അടക്കി വാണിരുന്ന കാലം? അവരായിരുന്നു ഞങ്ങളെയൊക്കെ പിടിച്ച് ജയിലിലിട്ടത്. എത്ര കാലം? 1.5 വർഷം. ഇപ്പോൾ ജയിലിൽ നിന്ന് കേട്ടാൽ നിങ്ങളെ അശോക് ചവാനെ പോലെ അയ്യോ എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നവരല്ല കേട്ടാ. പിന്നെ ചോദ്യം ചെയ്യൽ നേരിടാത്തവരല്ല ഞങ്ങളൊന്നും. നിങ്ങളെ അനുയായിയായിരുന്നല്ലോ CBIക്ക് കേസ് കൊടുത്തിരുന്നത്. നിങ്ങൾ കെട്ടിച്ചമച്ചൊരു കേസിൻ്റെ ഭാഗമായിട്ട് വിജിലൻസ് അന്വേഷിച്ച് തള്ളിയ കേസ്, ഒരു കാര്യം ഇതിലില്ല എന്ന് പറഞ്ഞ് തള്ളിയ കേസ് രാഷ്ട്രീയമായ പകപോക്കലിൻ്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് CBIക്ക് കൊടുത്തത്. CBI വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ടല്ലോ. എന്തേ അവർക്ക് ബോധ്യമായ കാര്യം? നേരത്തെ വിജിലൻസ് എവിടെയാണോ എത്തിയത് അവിടെ തന്നെയായിരുന്നു അവരും എത്തിയത്. അന്ന് നിങ്ങളെ പാർട്ടിയാണ് അധികാരത്തിൽ. ആ അധികാരത്തിലിരുന്നവരുമായിട്ട് ആരുമായിട്ടെങ്കിലും ആലോചിക്കാൻ പറ്റുമെങ്കിലും ഒന്ന് ചർച്ച ചെയ്ത് നോക്ക് എങ്ങനെയാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തത്. അന്നത്തെ വിജിലൻസ് റിപ്പോർട്ട് എന്തായിരുന്നു? അന്നത്തെ നിയമോപദേശം വിജിലൻസ് അല്ല CBIയുടെ അന്വേഷണ രീതി എന്തായിരുന്നു? അതിൻ്റെ മേലെയുള്ള നിയമോപദേശം എന്തായിരുന്നു എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നോക്ക്. അപ്പോൾ അറിയാം. ആ അന്വേഷണം എന്ന് കേട്ടപ്പോൾ ഞങ്ങളാരും ബോധം കെട്ടുപോയിട്ടില്ല കേട്ടോ. നിങ്ങൾ ജയിലും അന്വേഷണവും കേന്ദ്ര ഏജൻസിയും അതൊന്നും കാട്ടി ഞങ്ങളെ വരട്ടാൻ നോക്കരുത്. മോദിക്കെതിരെ ആരാണ് ശബ്ദമുയർത്തുന്നത്? 10 വർഷക്കാലത്തെ ചരിത്രമെടുക്കാം. വിഷയങ്ങൾ ഓരോന്നായി എടുക്കാം. മതാടിസ്ഥാനത്തിൽ പൗരത്വം നൽകുക എന്നത് RSSന്റെ അജണ്ടയാണ്. കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പ്
നിയമം നടപ്പിലാക്കുന്നതിനായി വിജ്ഞാപനം പുറപ്പെടുവിച്ചു. നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു. നിയമത്തിനെതിരെ കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. ഇടതുപക്ഷത്തിന് പ്രാതിനിധ്യമോ സ്വാധീനമോ ഉള്ള ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കുമെന്ന് പ്രകടന പത്രിക പ്രഖ്യാപിച്ചു. കോൺഗ്രസിനെ വിമർശിക്കുന്നതിനെ കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് പരാതിയുണ്ട്. ഇതാണ് വിമർശനം. ഇന്നലെ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് ഒരക്ഷരം സംസാരിച്ചില്ല. ഇതിനെക്കുറിച്ച് പറയാലോ. ഇത് ഉണ്ടെങ്കിൽ പറയണം എന്ന് ഞങ്ങൾ പലവട്ടം ആവർത്തിച്ചല്ലോ. ഞങ്ങൾ എന്തുകൊണ്ടാണ് വിമർശിക്കാൻ തയ്യാറാകുന്നത് എന്ന് അദ്ദേഹം പരിശോധിക്കണ്ടേ. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ലെന്ന് കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിച്ചു. എന്നാൽ എന്താണ് കോൺഗ്രസ് സർക്കാരുകളുടെ നിലപാട്? കർണാടക, ഹിമാചൽ പ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുമെന്നതാണ് കർണാടക, ഹിമാചൽ പ്രദേശ്, തെലങ്കാന കോൺഗ്രസ് സർക്കാരുകളുടെ നിലപാട്. കോൺഗ്രസ് പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പരാമർശമേയില്ല. ആ നിയമത്തിൽ നടക്കുന്ന മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ അതും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ നിയമങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം തരാൻ ഞങ്ങൾക്ക് പറ്റൂല. മാനിഫെസ്റ്റോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ജനങ്ങൾക്കെതിരായിട്ടുള്ള ഈ രാജ്യത്തെ വിഭജിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ നിയമങ്ങളും റദ്ദാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അർത്ഥമല്ല. ഞങ്ങളെ നിയമങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ ഗവൺമെന്റിന്റെ ഒരു നിയമമല്ല, പല നിയമങ്ങളും ഈ രാജ്യത്തെ തകർക്കുന്ന നിയമങ്ങളാണ്, ഈ രാജ്യത്തിന് മുന്നോട്ട് പോകുന്ന നിയമങ്ങളല്ല. ആ നിയമങ്ങളെല്ലാം റിവ്യൂ ചെയ്യുമെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കാൻ കഴിയുന്നവർക്കെല്ലാം മനസ്സിലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ മൃദുഹിന്ദുത്വയാണ് കോൺഗ്രസിന്റെ നിലപാട്. ആ മൃദുഹിന്ദുത്വം ഇപ്പോൾ ന്യൂനപക്ഷ വിരുദ്ധതയായി മാറിയിരിക്കുന്നു. പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാൽ ഹിന്ദു വോട്ടുകൾ ലഭിക്കില്ലെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. BJPയുടെ വർഗീയ പ്രചാരണത്തിൽ വീണ് തെറ്റിദ്ധാരണ പുലർത്തുന്ന ഹിന്ദുക്കൾ ഏറെയുണ്ട്. അവർക്കിടയിലെ തെറ്റിദ്ധാരണകൾ മാറ്റുകയാണ് കോൺഗ്രസ് ചെയ്യേണ്ടത്. അതിനൊന്നും രാഹുൽ ഗാന്ധി തയ്യാറല്ല. ഇതാണ് രാഹുലിന്റെ രാഷ്ട്രീയ പ്രവർത്തനം. കേരളത്തിൽ കോൺഗ്രസ് അങ്കലാപ്പിലാണ്. BJP കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല മതേതര വിശ്വാസികൾക്കും ആശങ്കയുണ്ട്. BJPക്ക് സഹായകരമാകുന്ന കോൺഗ്രസിന്റെ മൗനം കേരളത്തിൽ UDFന് തിരിച്ചടിയാകും. ഈ പ്രതിസന്ധി മറികടക്കാനാകാതെ UDF നേതാക്കൾ നിലത്ത് കിടന്ന് ഉരുളുകയാണ്. കോൺഗ്രസ് പ്രകടന പത്രികയെക്കുറിച്ചിറക്കിയ ഈ പോസ്റ്റർ കാണുക. പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കുമത്രേ. എന്നാൽ ഇങ്ങനെ ഒരു കാര്യം പ്രകടന പത്രികയിൽ എവിടെയും പറയുന്നില്ല. എട്ടാമത്തെ പേജിൽ വളരെ കൃത്യമായി കോൺഗ്രസ് മാനിഫെസ്റ്റോയിൽ പറയുന്നുണ്ട്, പൗരത്വ ഭേദഗതി നിയമം ഉയർത്തുന്ന പ്രശ്നങ്ങൾ കോൺഗ്രസ് അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പ്രധാനമായും ആർട്ടിക്കിൾ 14 കാര്യമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. ഈ ആർട്ടിക്കിൾ 14 എന്ന ഒരു വാക്ക് ഈ ഭാഗത്തേ ഇല്ല. ആകാശത്തിന് കീഴിലുള്ള എല്ലാറ്റിനെ കുറിച്ചും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് മറുപടിയുണ്ട്. പക്ഷേ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചോ NIA നിയമത്തെക്കുറിച്ചോ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കരുത്. ഞാൻ കാസർഗോട്ട് പത്രക്കാരോട് സംസാരിക്കുന്നത്. ഞാൻ കാസർഗോഡ് MP ആണ്. ഇന്ത്യയിൽ 54 MPമാരുള്ള ഒരു MP ആണ് ഞാൻ. നിങ്ങൾക്ക് കാസർഗോഡ് ഏത് വിഷയം എന്നോട് ചോദിക്കാം. ബാക്കി കാര്യങ്ങൾ ചോദിക്കേണ്ട ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്, അവരാരും മരിച്ചിട്ടില്ല. യു ക്യാൻ ഗോ പറയട്ടെ. അല്ലാതെ അത് ഇങ്ങോട്ടൊക്കെ നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം നിങ്ങളിവിടെ വന്നിരിക്കുന്നത് വിഘടനവാദം വളർത്താനാണ്, വർഗീയത ആളിക്കത്തിക്കാനാണ്. അതുകൊണ്ട് നിങ്ങളെപ്പോലൊരു വർഗീയവാദിയുമായി ഈ വിഷയത്തെക്കുറിച്ച് സംവദിക്കാൻ ഞാനില്ല. ഇത്തരം ബാലിശമായ ചോദ്യങ്ങൾ ദയവായി എന്നോട് ചോദിക്കരുത്. വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുന്നു. ഈ വിഷയം ബാലിശമായ വിഷയമാണോ? വർഗീയപരമായ ചോദ്യങ്ങൾ എന്നോട് ആരും ചോദിക്കരുത്. ഉത്തരം ഞാൻ തരില്ല.
ചരിത്രത്തിലെ ഏറ്റവും വലിയ അധപ്പതനത്തിലാണ് മുസ്ലിം ലീഗ് എന്ന പാർട്ടി. കോൺഗ്രസിന്റെ നിലപാടില്ലായ്മയെ ന്യായീകരിക്കേണ്ട ഗതികേടിലാണ് ലീഗ് നേതാക്കൾ. എന്തിനാ കോൺഗ്രസിനെ അതിന് സംശയിക്കണത്? കോൺഗ്രസ് ഭരിച്ച കാലത്ത് എന്താ അതില്ലാതിരുന്നുള്ള റെക്കോർഡുണ്ടല്ലോ ഇവിടെ. എന്നാ ഈ പേരാൾക്കാർ കേൾക്കാൻ തുടങ്ങിയത്? എന്നാണ് ഇന്ത്യ രാജ്യത്ത് പൗരത്വം എന്ന വിഷയം ഉന്നയിക്കപ്പെട്ടത്? മതനിരപേക്ഷതയുടെ കടക്കൽ കത്തിവെക്കാൻ പറ്റിയ സാധനം പൗരത്വമാണ്. പൗരത്വം മതാടിസ്ഥാനത്തിലാക്കുക. ആ നിയമ ഭേദഗതിയല്ലേ കൊണ്ടുവന്നത്? അതിനെതിരെ വലിയ പ്രക്ഷോഭം രാജ്യത്തുയർന്നു. ആ പ്രക്ഷോഭത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായോ? കോൺഗ്രസ് എവിടെയെങ്കിലും ഉണ്ടായോ? മറ്റെല്ലാവരും ഉണ്ടായല്ലോ. എന്തുകൊണ്ടാണ് കോൺഗ്രസ് മാത്രം മാറി നിന്നത്? ഇന്ത്യ ചരിത്രം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ട് അഴിമതി. അഴിമതിയെ നിയമവൽക്കരിക്കാനുള്ള സംവിധാനത്തെ ഇടതുപക്ഷം ശക്തമായി എതിർത്തു. പാർലമെന്റിൽ എതിർത്ത് വോട്ട് ചെയ്തു. ഒരു നയാ പൈസ ഇലക്ട്രൽ ബോണ്ടായി വാങ്ങില്ലെന്ന് പ്രഖ്യാപിച്ചു. സുപ്രീം കോടതിയിൽ നിയമപോരാട്ടങ്ങൾ നടത്തി. അനുകൂല വിധിന്യായം നേടി. പിന്നീട് രാജ്യം കണ്ടത് വൻ അഴിമതികളുടെ വിശദാംശങ്ങളാണ്. ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ ആകെ നടന്നത് 12,700 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാട്. BJPക്ക് ലഭിച്ചത് 6,000 കോടി രൂപയുടെ ബോണ്ടുകൾ. കോൺഗ്രസിന് ലഭിച്ചത് 1,600 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ. BJPയെ പോലെ ഈ കോഴയിടപാടിൽ കോൺഗ്രസും പങ്കാളികളാണ്. രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവാണ് റോബർട്ട് വാദ്ര. ഹരിയാനയിലെ DLF കോഴക്കേസിൽ മുഖ്യ പ്രതിയായിരുന്നു വാദ്ര. വാദ്രയെ രക്ഷിക്കാനായി DLF BJPക്ക് കോഴയായി നൽകിയത് 170 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ. അതോടെ ഹരിയാന BJP സർക്കാർ വാദ്രയെ കുറ്റവിമുക്തനാക്കി. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ മാത്രമല്ല, പല വിഷയങ്ങളിലും രാഹുലും മോദിയും ഭായ് ഭായിയാണ്. കോൺഗ്രസിൻ്റെ തന്നെ പ്രമുഖ വ്യക്തികൾ, വക്താക്കൾ BJPക്ക് 170 കോടി റുപ്യ ബോണ്ട് കൊടുക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം വിചിത്രമായ സംഭവമല്ലേ? കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ ഉൾക്കൊള്ളുന്ന ഒരു കുടുംബത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി BJPക്ക് 170 കോടി റുപ്യ ബോണ്ടായിട്ട് കൊടുത്തു എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വന്നല്ലോ. ഞാൻ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിയുന്ന പേര് തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനൊരു വിചിത്രമായ കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചത്. മോദി ഭരണകാലത്ത് രാജ്യത്ത് പലയിടത്തും വർഗീയത ആളിക്കത്തി. തലസ്ഥാന നഗരിയായ ദില്ലി പോലും പ്രക്ഷുബ്ധമായി. ന്യൂനപക്ഷങ്ങളുടെ വീടുകളും സ്ഥാപനങ്ങളും കൂട്ടത്തോടെ തകർത്തു. ये कह रहे हैं इनके पास ऑर्डर नहीं आया है। ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ സോണിയാഗാന്ധിയോ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവോ ഓടിയെത്തിയില്ല. അവരെല്ലാം വേറെ തിരക്കുകളിലായിരുന്നു. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇതുപോലുള്ള ചില റോഡ് ഷോകൾ നടത്തും. ഇത് സമരമല്ല, ജനമുന്നേറ്റവുമല്ല. മോദി ഭരണകാലത്ത് രാജ്യത്ത് നടന്ന പ്രക്ഷോഭങ്ങളുടെ നേതൃത്വം ഇടതുപക്ഷത്തിനായിരുന്നു. ഈ സമരങ്ങൾ കോൺഗ്രസുകാർ കണ്ടുപഠിക്കണം. മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പോയ വാരത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ കണ്ടത്. കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഛത്തീസ്ഗഡിലെ അവസ്ഥയും സമാനമായിരുന്നു.
തെലങ്കാന മുഖ്യമന്ത്രിയാണ് രേവന്ത് റെഡ്ഡി. സംഘപരിവാറിലൂടെയാണ് രാഷ്ട്രീയ പ്രവേശനം. തെലുങ്കുദേശം പാർട്ടിയുടെ സുവർണകാലത്ത് ആ പാർട്ടിയിൽ ചേർന്നു. അഴിമതി കേസിൽ കുടുങ്ങി അറസ്റ്റിലായി. ഒടുവിൽ കോൺഗ്രസിലെത്തി. തെലങ്കാനയിൽ ചന്ദ്രശേഖർ റാവുവിനെതിരായ ജനവികാരം ആളിക്കത്തിയപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചു. അങ്ങനെ രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയായി. I love to come to hear your Rahul Gandhi family members. I wanted to see you. I wanted to appreciate you. ഇനി രേവന്ത് റെഡ്ഡിയുടെ നാടായ തെലങ്കാനയിലെ കാഴ്ചകൾ കാണാം. മഞ്ചേരിയിൽ ജില്ലയിലെ കന്നേപ്പള്ളി ഗ്രാമത്തിലെ മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. കുട്ടികൾ മതവേഷം ധരിക്കുന്നത് അധികൃതർ വിലക്കി. സംഘപരിവാറുകാർ പ്രതികരിച്ചതിങ്ങനെ. കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവമല്ല. നേരത്തെ ഛത്തീസ്ഗഡ് ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. ഭൂപേഷ് ബാഗേലായിരുന്നു മുഖ്യമന്ത്രി. അക്കാലത്ത് സംഘപരിവാറുകാർ ക്രിസ്ത്യൻ പള്ളികൾ വ്യാപകമായി ആക്രമിച്ചു. കോൺഗ്രസ് സർക്കാർ മൂകസാക്ഷിയായി നോക്കി നിന്നു. രാഹുൽ ഗാന്ധി റോഡ് ഷോ നടത്തേണ്ടത് കേരളത്തിലല്ല, കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലൂടെയാണ്. ന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ സുരക്ഷിതരാണ്. എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർ അരക്ഷിതരാണ്. ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. BJP നരേന്ദ്രമോദിക്ക് കീഴിൽ വല്ലാതെ വിയർക്കുകയാണ്. ഇനിയുള്ള ഘട്ടങ്ങൾ വളരെ നിർണായകമാണ്. രാജ്യത്തെ മതേതര കക്ഷികൾ ഒരുമിച്ച് നിന്നാൽ കേന്ദ്രത്തിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്ന് ഉറപ്പ്. ഇത്തവണത്തെ ദേശീയം സർവ്വദേശീയം ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.